നാട്ടുകാരുടെ പണം പിരിച്ച് പുട്ടടിച്ച യൂത്ത് കോൺഗ്രസുകാരോടൊപ്പം ചൂരൽമലയിലെ നൗഫൽ എന്ന വ്യക്തി ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയൊരു പ്രതികരണമുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണ് പോലും. മതപഠനവും നല്ലൊരു വിശ്വാസിയുമായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മനുഷ്യൻ എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ പ്രതികരണം. നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫൽ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്കർ മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട മന്ത്രി, ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. എന്റെ ഒരു വാക്ക് മന്ത്രിക്ക് ചോദിക്കാം. ഒരു അവകാശമല്ലേ, ഒരു അവകാശമാണ് ഈ ഉടമയ്ക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ മായ്ക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് പറയാനുള്ളത്. പല ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്. അത് ഞാൻ ഇതിന്റെ ഒരു 2-3 ദിവസം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത്രയധികം ഭീഷണി എനിക്ക് വരുന്നുണ്ട്. അത് ഞാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നുണ്ട്. കാരണം എനിക്ക് ഒരു മാനസികമായിട്ട്, കാരണം അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ കുടുംബത്തിൽ 16 ആൾക്കാർ മരിച്ചതാണ്. എനിക്ക് ഒരു വീട് കെട്ടിയിട്ട്, ഞാൻ സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ട് ആ വീട്ടിൽ കടന്നുറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അതും പോയി. അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വീടിന്റെ വിള്ളലും ഇതും കൂടി കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. എനിക്ക് സംതൃപ്തി ഇല്ല. ഇല്ലല്ല, ഒന്നും ചോദിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വിള്ളലല്ലാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ ഇത് വിള്ളലാണെന്ന്. മന്ത്രി വിള്ളലല്ല, ഞാൻ കണ്ടതാണ്. എനിക്കൊരു പൈസ ഇല്ല. അത് അക്കൗണ്ടിൽ നോക്കിക്കോളി. ഇതിന് വന്നിട്ട് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഉള്ളൂ. ആ അക്കൗണ്ട് നോക്കിച്ച് പൈസ ചോദിച്ചോളി. ഇനി ഞാൻ എന്താ പറയണ്ടത്? കേട്ടല്ലോ, ചേർത്ത് പിടിച്ച മനുഷ്യർ കിളിപോയവരാണ്, സഹായിച്ചവർ കിളിപോയവരാണ്. സഹായം കിട്ടിയാൽ അയാൾ ബഹുമിടുക്കനും ബഹുകേമനുമാണ്. ആരെ കൊണ്ട് നിർത്തി? 130ഓളം മനുഷ്യരെ പണം പിരിച്ചെടുത്ത് വഴിയാധാരമാക്കി ഇന്ന് വരെ കല്ലിട്ട് മുങ്ങി നടക്കുന്നവന്മാരും ജനങ്ങളുടെ പണം പിരിച്ച് ഗർഭം കലക്കികളും ഗർഭചിത്രത്തിന് വേണ്ടി ഉപയോഗിച്ചവന്മാരെ കൊണ്ടുവന്ന് ചുറ്റാകെ നിർത്തിയിട്ട് ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് 5 നേരം നിസ്കരിച്ച് റൂം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് അങ്ങോട്ടൊക്കെ റൂം ബുക്ക് ചെയ്താൽ കിട്ടുമെന്ന് കരുതുന്നിടത്ത് ഒരു കാര്യം കുറിച്ചു വെച്ചോളൂ. നരകത്തിലെ ഒരു റൂം ഇപ്പോൾ തന്നെ അവിടെ വേക്കൻ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. മനുഷ്യരായാൽ കുറച്ചൊക്കെ മര്യാദ വേണം. ഒരു മനുഷ്യരെയും സഹായിക്കുന്നത് ഔദാര്യത്തിന്റെ പേരിലൊന്നുമല്ല. നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായിക്കണമെന്ന ആത്മാർത്ഥതയിലും കാഴ്ചപ്പാടിലും വിശാലമായ അർത്ഥത്തിൽ ഈ നാടിൻ്റെ മനുഷ്യരുടെ സഹായത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ആ പുനരുജ്ജീവിപ്പിക്കാൻ പ്രയത്നിക്കുന്നവരെ അധിക്ഷേപിക്കുന്നവർ മനുഷ്യനാണോ? നല്ലൊരു വിശ്വാസിയായാൽ 5 നേരം നിസ്കരിച്ചാൽ അതുകൊണ്ട് മനസ്സിനോ തലയ്ക്കോ വെളിച്ചം വരില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമല്ലേ മുഴുവൻ മതവിശ്വാസികളല്ല. ഒരു മതവിശ്വാസിയായിട്ടുള്ള വ്യക്തി ലീഗിൽ ചേർന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ എത്രമാത്രം അധപ്പതിച്ചവരാണെന്ന് മനസ്സിലാകുന്നത്. ഒരു കാര്യമുണ്ട്, അത്ര അന്തസ്സും ഇതിൽ ഇത്രയും കുറ്റമുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ലീഗ് കൊടുത്ത വീടുകളിലേക്ക് അദ്ദേഹത്തിന് ഓപ്ഷനായി എടുക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ആശങ്കയെ വേണ്ടായിരുന്നു. എല്ലാ സൗകര്യത്തോടു കൂടി ലീഗും പിന്നീട് കോൺഗ്രസ് വീട് തരുമെന്ന് പ്രഖ്യാപിച്ചിടത്തേക്ക് അദ്ദേഹത്തിന് അടുത്ത ഓപ്ഷൻ തേടി പോകാമായിരുന്നു. അവിടെയൊന്നും അദ്ദേഹത്തിന് വിശ്വാസമില്ല. വിശ്വാസമുള്ളത് ഇവിടെയാണ്. പക്ഷെ ആ വിശ്വാസമുള്ളിടത്ത് നിന്നിട്ട് ആ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കുറ്റം പറയുക കൂടി ചെയ്യുമ്പോൾ, അതായത് താമസിച്ച് തുടങ്ങിയതിന് ശേഷം ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും 5 വർഷം ഊരാളുങ്കൽ അത് പരിഹരിക്കും. ഇന്ന് ലോകത്ത് എവിടെ വീട് വയ്ക്കുന്നുണ്ടോ അവിടെ ഉണ്ടാകുന്ന സർവ്വസാധാരണമായിട്ടുള്ള ചെറിയ പ്രശ്നം, ആ പ്രശ്നത്തെയാണ് ഇമ്മാതിരി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോൾ ഓടി അവിടേക്ക് വന്നു ആര്? ബന്ധപ്പെട്ട മന്ത്രി. എന്നിട്ട് ആ ചൂണ്ടിക്കാട്ടിയെടുത്ത്
വിള്ളൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിണ്ട് കീറുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണ് മന്ത്രി നേരിട്ട് തന്നെ. ആ ചെയ്യുന്ന പ്രയത്നം വില കുറഞ്ഞതാണ്. പക്ഷേ പറഞ്ഞു പറ്റിച്ച് പണം പിരിച്ച് പുട്ടടിച്ച് ഇപ്പോൾ കയ്യിൽ 5 പൈസ ഇല്ലാതെ വീട് വെച്ച് കൊടുക്കുമെന്ന അന്തരീക്ഷത്തിലെ പ്രഖ്യാപനം നടത്തുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ വാചക കസർത്ത് നടത്തിയ മനുഷ്യനെയൊക്കെ എന്ത് വിളിക്കണം? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇതാണ് 5 നേരം നിസ്കരിച്ച് യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിൽ ആ വിശ്വാസി എന്താണെന്ന് സമൂഹം കാണേണ്ടതാണ്. അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യരെ പരസ്യമായിട്ട് കിളി പോയവർ എന്ന് അധിക്ഷേപിക്കുകയാണെങ്കിൽ, വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ പടച്ചവനാണോ സാത്താനാണോ കാത്തിരിക്കുന്നതെന്ന് കാലം തെളിയിക്കും.